ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കുന്നത് പോലെ എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ മാനസികമായ ജിജ്ഞാസ. ഞങ്ങൾ അരിപ്പറപ്പള്ളിക്ക് ഓതി താമസിക്കുന്നുണ്ടാക്കും. വലിയ പൈസ ഒന്നും ഉണ്ടാവില്ലോ. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ജിജ്ഞാസ പ്രകടിപ്പിക്കുന്നതായിരുന്നു കൊടുക്കലുണ്ടായിരുന്നു. ആലിക്കുട്ടി മുസ്ലിയാർക്ക് ഒരാണ്, റുപ്പികൻ്റെ 16 ഒരാണ്, ഒരു ശീലം എനിക്കൊരണീയായി. ആ ഔദ്യോഗിക ജീവിതത്തിലേക്കുള്ള അതാണ് ശീലം എന്ന് പറയുന്ന ഒരു അവസ്ഥ. അങ്ങനെ വന്ന് അദ്ദേഹം ജാമിഅയുടെ ജനറൽ സെക്രട്ടറി ആയി. യോഗം ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അലിവായി അറിവും അലിവും നിറഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. അറിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ലോകത്ത് ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്, ശാസ്ത്രകാരന്മാരുണ്ട്, നല്ല അറിവുണ്ടാവും. എത്രയോ കാലം പഠിച്ചും പരീക്ഷണങ്ങൾ നടത്തിയും ഒക്കെയുള്ള സയൻറ്റിസ്റ്റുകളുണ്ട്, എക്കണോമിസ്റ്റുകളുണ്ട്, ടെക്നോക്രാറ്റ്സ് ഉണ്ട്. ഒരുപാട് കാലങ്ങളൊക്കെ പഠിച്ചു നല്ല വലിയ ഭരണാധികാരികളുണ്ടാവും, വലിയ അറിവൊക്കെ ഉള്ള ഭരണാധികാരികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്. പക്ഷെ പലപ്പോഴും ലോകത്ത് കുഴപ്പങ്ങളുടെ പിന്നിലും ഇവരൊക്കെ തന്നെ ആയിരിക്കും. ഒരുപാട് കാലത്ത് അറിവുണ്ടായിട്ടും മനസ്സിൽ അലിവ് എന്നുള്ള ആ ഒരു വലിയ വികാരം കാത്തു സൂക്ഷിക്കപ്പെടാത്തത് കൊണ്ടാണ് അത്തരക്കാരാൽ കുഴപ്പമുണ്ടാകുന്നത്, യുദ്ധങ്ങളുണ്ടാകുന്നത്, രാജ്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്, രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നത്, മോശമായ സാമ്പത്തിക ചിന്തകളുണ്ടാകുന്നത്.